മക്കളെ ഇതുപോലെ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അഥവാ ഒന്നാം കൃതി ബഹുപദിയുടെ ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ ഒരു പണിയിൽ ഏറ്റവും സിമ്പിൾ വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം തന്നെ എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുത്താൽ പി ഓഫ് 0 എത്ര കിട്ടാൻ നോക്കുക. 0 കിട്ടുന്നത് 2 × 0. 2 × 0 ആണ് 0 -3. അപ്പോൾ നമുക്ക് ഒരു ഉത്തരം കിട്ടും -3 എന്ന് കിട്ടും. രണ്ടാമത് നിങ്ങൾക്ക് എക്സിന് ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും നമ്പർ കൊടുക്കുക. 1 2 3 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ കൊടുക്കുക. ഞാനിപ്പോൾ 2 കൊടുത്തു എന്ന് വിചാരിച്ചു. 1 കൊടുത്താൽ ഒരു കുഴപ്പമില്ല. എക്സിന് അപ്പോൾ 2 കൊടുത്താൽ എന്ത് സംഭവിക്കും? പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 2 4 4 -3 ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇത്രയും നമ്പർ കിട്ടി. അതായത് എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് -3യും 2 കൊടുക്കുന്ന സമയത്ത് 1ഉം കിട്ടിയാൽ ഇനി ഗ്രാഫ് വരക്കാൻ ഒരു പണിയില്ല. നേരെ നിങ്ങൾ കുത്തനെ 2 വരകൾ വരക്കുക. എക്സും വൈയും വരക്കുക. എന്നിട്ട് കറക്റ്റ് അളവിൽ 1 2 3 -1 -2 -3 1 2 3 കറക്റ്റ് അളവ് എടുക്കണേ. -1 -2 അപ്പോൾ 0 1 2 3 -1 -2 ഇങ്ങനെ എടുക്കുക. 1 2 3 -1 -2 ഇങ്ങനെ എടുക്കുക. ഇനി നിങ്ങൾ നോക്കുക എക്സിന് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എത്രയാണെന്ന് നോക്കുക. -3 ആണ്. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ -3 കിട്ടുന്നുണ്ടെങ്കിൽ ഈ താഴോട്ടാണ് പോയിന്റ് വരുന്നത്. ഇതാണ് എക്സിന് 0 എന്ന് പറയുന്നത്. 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം -3. അപ്പോൾ ഒരു പോയിന്റ് ഇതാണ്, ഈ കാണുന്നതാണ്. 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഏതാണോ അത് y ആക്സിൽ അടിയിൽ വരും. രണ്ടാമത് എക്സിന് 2 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 1 ആണ്. എക്സിന് 2 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഇത് കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഉത്തരം ഇവിടെ വരുന്ന ഉത്തരം 1 ആണ്. അപ്പോൾ ഏകദേശം ഇവിടെ വരും. അപ്പോൾ 2 പോയിന്റ് നമുക്ക് കിട്ടി. ഇനി ഒരു പല്ലില്ല, സ്കെയിൽ എടുക്കുക. ഈ 2 പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചാൽ എന്തായി? ഈ കാണുന്ന ഗ്രാഫായി. ഇത്രയും നിങ്ങൾക്ക് ഫുൾ മാർക്കാണ് കേട്ടോ. അപ്പോൾ 2 പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിക്കൊണ്ട് ആ കാണുന്ന ഗ്രാഫ് വരക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷൻ എഴുതിയേക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു 2x - 3. സോ ഇതാണ് ഈ കാണുന്ന ഗ്രാഫിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. നിങ്ങളുടെ എല്ലാ 9ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിനെ വീഡിയോ അയച്ചെടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ്സിൽ പോയിട്ട് അഭിപ്രായം കൂടി പറയാൻ മടിക്കരുത്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.